നല്ല ചക്ക, കൂഴച്ചക്ക പഴുത്തത് ഉണ്ടപ്പോ. ഒരു കുട്ടി എന്നോട് ചോദിച്ചു എന്താണ് കൾച്ചർ എന്ന്, സംസ്കാരം എന്താന്ന്. ഇതാണ് സംസ്കാരം. അഗ്രികൾച്ചർ. ഒരു ചെടി നട്ട്, ഒരു തൈ നട്ട്, അതിലൊരു കായുണ്ടായി അത് കഴിക്കാൻ പറ്റുന്നത് ഒരു സംസ്കാരമാണ് അഗ്രികൾച്ചർ. ഒരു സാധനം അടുപ്പിൽ വെച്ച് വേവിച്ച് കഴിക്കുന്നത് അതൊരു സംസ്കാരമാണ്. ഇതൊരു നല്ല സംസ്കാരമല്ലേ? നമ്മുടെ തോട്ടത്തിലൂടെ ഇറങ്ങി നടക്കുന്ന സമയത്ത് വെറുതെ പ്ലാവിലൊക്കെ ചക്കയിലൊക്കെ ഒന്ന് മുട്ടി നോക്കി, അപ്പോഴാണ് ഉള്ളുന്ന സൗണ്ട് വ്യത്യാസം. ആ ശബ്ദ വ്യത്യാസം തിരിച്ചറിഞ്ഞ് അത് ചക്ക പഴുത്തു എന്ന് പുതിയ തലമുറയ്ക്ക് അറിയുമെങ്കിൽ അതൊരു നല്ല വിദ്യാഭ്യാസമാണ്, നല്ലൊരു സംസ്കാരമാണ്. തുസ് കാണുന്നുണ്ടോ? ഇതുപോലെ കത്തിയൊന്നും വേണ്ട, ഇതുപോലെ പുറത്തെ ഇതൊക്കെ എടുത്ത് മാറ്റുക, കൈ എടുക്കുക, ഇതേപോലെ. നോക്കൂ, കത്തി തൊടുന്നില്ല, കൈ ഉപയോഗിച്ച് ചക്കയുടെ പുറത്തെ ചവണിയും തൊണ്ടൊക്കെ എടുത്ത് മാറ്റി ഇങ്ങനെ ചക്ക എടുത്ത് കഴിക്കുക. മതിയാവുന്നില്ല, ഇതിലൊന്നും ഒരു വിഷം അടിക്കുന്നില്ല. ഞങ്ങളുടെ വീടാണേ അത്. വീട്ടുമുറ്റത്തൂടെ താഴേക്ക് തോട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇതാ ഇനിയുണ്ട്. ശബ്ദ വ്യത്യാസത്തിൽ അറിയാം പഴുത്ത് നിൽക്കുന്നത്. ഇതൊന്നും പഴുത്തിട്ടില്ല, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെറുതെ ഒന്ന് മുട്ടി നോക്കിയപ്പോഴാ ശബ്ദ വ്യത്യാസം തിരിച്ചറിഞ്ഞ്. ഇനി എത്താത്ത നമുക്കിങ്ങനെ വടി ഉപയോഗിച്ച് മുട്ടി നോക്കിയാൽ എൻ്റെ ശബ്ദ വ്യത്യാസം അറിയാം. ഇതൊക്കെ പഴയ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതൊന്നും അറിയാതെ, ഈ ഒരു സൗഭാഗ്യമൊന്നും കിട്ടാതെ വളർന്നു വരുന്ന പുതിയ തലമുറയിലെ കുട്ടികളുണ്ട്. അഗ്രികൾച്ചർ, എ റിയൽ കൾച്ചർ, നല്ലൊരു സംസ്കാരം. ഓക്കെ, ഇതൊക്കെ നഗരത്തിൽ ജീവിക്കുന്ന മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? കണ്ടില്ലേ, വീട്ടിൽ നിന്ന് നേരെ താഴേക്ക് ഞങ്ങൾ പതുക്കെ ഇറങ്ങി വന്നപ്പോൾ സത്യം പറഞ്ഞാൽ വേറൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. വെറുതെ ഒന്ന് മുട്ടി നോക്കിയപ്പോഴാണ് ഇത് ചക്ക പിടിച്ചെടുക്കട്ടെ. യെസ്, കണ്ടോ, ഇത്രയും നേരം ഞങ്ങൾ കഴിച്ച ചക്ക ഇതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചതാ നല്ല ചക്ക. മുറിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പൊ വീട്ടില് വേറെ ആൾക്കാരുള്ളത് കൊണ്ട് ഇത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വരാം. അമ്മച്ചേ കൂഴച്ചക്കപ്പഴം അവിടെ വെച്ചിട്ടുണ്ടേ.
ഇനി കൈ ഒന്ന് വൃത്തിയാക്കട്ടെ.